എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്ന് കുറച്ച് പഴങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡെമോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ദ ടോക്ക് ഈസ് അബൌട്ട് ഫ്രൂട്ട്സ്. ഓക്കെ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന ആളുകളല്ല. കാരണം അത് നമുക്ക് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒക്കെ തരുന്നുണ്ട്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയബറ്റിക് പേഷ്യൻസ് ഫ്രൂട്ട്സ് കഴിക്കരുത്, അല്ലെങ്കിൽ തടി കുറയ്ക്കുന്ന ഡയറ്റ് ചെയ്യുന്നവർ ഫ്രൂട്ട്സ് കഴിക്കരുത് എന്നൊരു തെറ്റിദ്ധാരണ. കാരണം ഇതിലൊക്കെ ഷുഗറാണ്, അപ്പോൾ ഷുഗർ കൂടും എന്നുള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട് എത്രത്തോളം കഴിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ടുകൾ കഴിക്കുന്നത് മൂലം നിങ്ങളുടെ ഷുഗർ ആക്ച്വലി അത് ഷുഗർ നിങ്ങളുടെ ശരീരത്തിലേക്ക് തരുന്നുണ്ടെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫൈബറും അതിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് കഴിക്കാം ഷുഗർ ഉള്ള ആളുകൾക്കും തടി കുറയ്ക്കുന്ന ആളുകൾക്കും എന്നുള്ളതാണ്. ആദ്യം തന്നെ പെയർ, സബർ ജെല്ലി എന്ന് പറയും. നല്ല രീതിയിൽ വൈറ്റമിൻസും മിനറൽസും ഉള്ള നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. സോ ധൈര്യമായിട്ട് ഷുഗർ ഉള്ള ആളുകൾക്കും അതുപോലെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സബർ ജെല്ലി ഒരു ദിവസം. എപ്പോഴും ശ്രദ്ധിക്കുക, എമൗണ്ട് ആണ് ഇമ്പോർട്ടൻറ്റ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 4-5 എടുത്ത് കഴിക്കാനല്ല പറയുന്നത്, അതിൻ്റെ അളവ് ചുരുക്കി തന്നെ കഴിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു സബർ ജെല്ലി ഒരു ദിവസം ധൈര്യമായിട്ട് കഴിക്കാം. ഓറഞ്ച്, ഇതും ഗ്ലൈസിമിക് ഇൻഡെക്സ് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഷുഗർ ഉണ്ടെങ്കിൽ പോലും ഇതിൽ നല്ല ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഒരു ദിവസം ഷുഗർ ഉള്ള ആളുകൾക്കും ഈ പറയുന്ന പോലെ ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാം. ആപ്പിൾ സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട്, ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. ഒരു ആവറേജ് സൈസ്ഡ് ആപ്പിൾ കഴിക്കാം. ഇതിൽ തന്നെ ഗ്രീൻ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി ഷുഗർ അതിൽ കുറവാണ്. ഓക്കെ, ഗ്ലൈസിമിക് ഇൻഡെക്സ് ബെറ്റർ ആണ്. സോ ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പപ്പായ. ഓക്കെ, ഇതൊരു ഹാഫ് പപ്പായ ആണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു 1/3 ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. ഇത് ആക്ച്വലി ഒരാൾക്ക് 3 ദിവസം കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ക്വാണ്ടിറ്റിയെ പറ്റി പറയുന്നത്. പപ്പായയും നല്ല രീതിയിൽ വൈറ്റമിൻ എയും സിയും ഫൈബറും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അധികം പഴുക്കാതെ നല്ലപോലെ പഴുക്കുമ്പോൾ നന്നായിട്ട് ഷുഗർ കൂടും അതിൽ. അപ്പോൾ ഏകദേശം ഒരു ആവറേജ് ഒരു മീഡിയം പഴുപ്പൊക്കെയുള്ള പപ്പായയും നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു 1/3 ഓക്കെ ഒരു ദിവസം ഒരു 5-6 കഷ്ണമൊക്കെ സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് അത്രയ്ക്ക് പറ്റാത്ത ആളാണ് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് ഷുഗർ കൂട്ടുന്നതാണ്. വേണമെങ്കിൽ അത്യാവശ്യമെങ്കിൽ ഒരു 1/2 നേന്ത്രപ്പഴം ഒരു ദിവസം ഷുഗറുള്ള ആളുകൾക്ക് കഴിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് പേരയ്ക്ക, ഒരു ദിവസം ഒരു പേരയ്ക്ക കഴിക്കാം. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ഇതൊക്കെ ഷുഗറുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കഴിക്കാൻ പാടില്ലാത്തത് മാംഗോസ്, അതുപോലെ തന്നെ ചക്ക, മാങ്ങ, പൈനാപ്പിൾ, മുന്തിരി, അതുപോലെ തന്നെ വാട്ടർമെലൺ. ഈ വക സംഗതികൾ ഷുഗർ പെട്ടെന്ന് കൂട്ടുന്നവയാണ്. ഒട്ടും കഴിക്കരുത് എന്നുള്ളതല്ല. അപ്പോൾ ഒരു ദിവസം 2 മുന്തിരിയോ ഒരു ചക്കച്ചുളയോ അല്ലെങ്കിൽ 1-2 കഷ്ണം മാങ്ങയോ കൊതി കൂടുമ്പോൾ അത്രയൊക്കെ കഴിക്കാം കേട്ടോ. പക്ഷേ എമൗണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വലിയ എമൗണ്ടിൽ കഴിക്കരുത്. ഇനി എനിക്ക് പറയാനുള്ളത് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ്. ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇപ്പോൾ ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ഡേറ്റ്സ്, ഇത് നിങ്ങൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് കൂടും. ഒരു ദിവസം 1-2 മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.